ഹായ്, ഞാൻ രമ്യ. ഞാൻ ഹൗസ് വൈഫാണ്. 2 കുട്ടികളുണ്ട്. ഒരാൾ 7 പഠിക്കുന്നു, ഒരാൾ 4ാം ക്ലാസ്സിൽ. ഞാൻ ചെറുപ്പത്തിൽ +2 വരെ ആണ് പഠിച്ചത്. അതിനുശേഷം എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് ഡിഗ്രി എടുക്കാം എന്നുള്ളൊരു ഇതിൽ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ 1 കൊല്ലത്തോളം കമ്പ്യൂട്ടർ പഠിച്ചു. അതിനുശേഷം ഞാനൊരു ചെറിയ ജോലിക്കൊക്കെ പോയി. പക്ഷേ അതിൻ്റെ ഇടയിൽ കല്യാണം റെഡിയായി, കല്യാണമായി. പിന്നെ എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടികളായി. പിന്നെ അങ്ങനെ പഠിപ്പ് അവിടെ വെച്ച് മുടങ്ങി. പിന്നെ ഡിഗ്രി എന്നുള്ളൊരു ഒരിത് തന്നെ ഞാൻ മറന്നു. അതിനുശേഷം ഇപ്പോൾ കുട്ടി 4ാം ക്ലാസ്സിലായി. ഒരു ചെറിയൊരു ജോലിക്ക് പോയി. ഞാൻ ഔഷധി ഞങ്ങൾ ജോലിക്ക് പോയി. എവിടെ ജോലി നമ്മൾ അന്വേഷിക്കുമെങ്കിലും ഇപ്പോൾ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അന്ന് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിരുന്നെങ്കിൽ, ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. പക്ഷേ ഞാൻ ജോലിക്ക് പോയി. 2 മാസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയുള്ളൂ. കാരണം വീട്ടിൽ മോളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ജോലി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ ബ്രദറാണ്, ചെറുപ്പത്തിലെ കാര്യം അവനാണല്ലോ അറിയാം. എൻ്റെ ബ്രദറാണ് എനിക്ക് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ചേട്ടനാണ് എന്നെ ഇതിൽ ചേർത്തിയത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ചേട്ടനറിയാം. എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് ഡിഗ്രി എടുക്കാം എന്നായിരുന്നു അന്ന് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കല്യാണമൊക്കെ റെഡിയായ കാരണം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ ഇതിൽ ചേർത്തി. അങ്ങനെ ഞാൻ ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കൂടെ പഠിക്കാൻ, ഈ പഠിപ്പ് ഇങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പ് വന്ന കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ലാംഗ്വേജിൻ്റെ ക്ലാസ് അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലപോലെ ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷിനോട് അത്ര ഇതില്ല. എന്നാലും ഈ ലാംഗ്വേജിൽ ഒരുവിധം മലയാളത്തിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. എന്നാലും ഇംഗ്ലീഷായിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ലാംഗ്വേജിൻ്റെ ഒപ്പം. മെൻറ്റേഴ്സ് ആയാലും നമ്മളെ ആഴ്ചയിൽ അവർ വിളിക്കണ കാരണമാണ് നമുക്ക് ഒന്നും കൂടി പഠിക്കും. അവർ വിളിക്കുമ്പോൾ പറയണമല്ലോ, അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്.